നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നെന്താണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മയൊക്കെ ഞെട്ടിപ്പിച്ചത് ആലപ്പുഴയുള്ള ഉഷ എന്ന് പറയുന്ന സഹോദരിയുടെ സർജറിക്ക് മേൽനോട്ടം വഹിച്ച ആ ഡോക്ടറുടെ പ്രതികരണമായിരുന്നു. അവർ എത്ര നിസ്സാരമായിട്ടാണ് പറയുന്നത്. 5 വർഷം അല്ലെങ്കിൽ 50 വർഷം വയറ്റി കിടന്നാലും വലിയ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് ഉത്തരവാദിത്തമില്ല. ഇതെന്തൊരു കഷ്ടമാണ് നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖലയിൽ, സർക്കാർ ആരോഗ്യ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. ഞാൻ ഇതിൽ വളരെയധികം സങ്കടത്തോടെ കാണുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്തെ ഏറ്റവും നിർഭാഗ്യം ചെയ്ത മനുഷ്യർ ചികിത്സാ കാര്യത്തിൽ മലയാളികളാണ്. കറക്റ്റ്. അത് പലർക്കും പിടികിട്ടത്തില്ല. കാരണം നമുക്കിവിടെ 2 ചികിത്സാ സംവിധാനമുള്ള, ഒന്ന് സർക്കാർ സംവിധാനം, സ്വകാര്യ മേഖല. ഇത് മറ്റ് സംസ്ഥാനം, ഇപ്പം ഞാൻ കേരളത്തിന് പുറത്ത് മിക്ക സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിട്ട ആളുകളാണ്. അവിടെയൊക്കെ ഈ സ്വകാര്യ ആശുപത്രി നമ്മുടെ എത്രയോ ഇരട്ടി ജനങ്ങളുണ്ട് ഉത്തർപ്രദേശിൽ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ. ഇവിടെയൊക്കെ സർക്കാർ ആശുപത്രി സംവിധാനങ്ങളുണ്ട്. അത് നമ്മുടെ ഇതിൽ നിന്നേക്കാൾ വ്യത്യസ്തമായ മെച്ചമൊന്നുമില്ല. അത് മാത്രമല്ല നമ്മുടേതാണ് കുറച്ചുകൂടി ഭേദമെന്ന് പറയേണ്ടി വരും. പക്ഷേ സ്വകാര്യ ആശുപത്രികൾ കൊള്ള സങ്കേതങ്ങളല്ല. അത് ബോംബെ നഗരത്തിലാവാം, അല്ലെ പൂനെ സിറ്റിയിലാവാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ. പക്ഷേ ഈ ഇടത്തരം സ്വകാര്യ ആശുപത്രികൾ നമുക്ക് ഈ അടുത്ത കാലം വരെ കഴിഞ്ഞ ഒരു 10-20 വർഷം മുമ്പ് വരെ നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ 10 ഇപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ എരുമേലിയിൽ ഞാൻ ഇടകടത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ച ആളാണ്. ഞങ്ങൾക്കൊരു ചികിത്സയുടെ രോഗം ഉണ്ടായാൽ ഞങ്ങൾക്ക് അവിടെ ഒരു ഹോമിയോ ഡോക്ടറുണ്ട്, ദേവസ്യാന്ന് ഹോമിയോ. അയാളായിരുന്നു ഇഞ്ചക്ഷൻ അടക്കം സകലം ചെയ്തുകൊണ്ട് എല്ലാ രോഗത്തിനും പരിഹാരം. ഞങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് ഈ ദേവസ്യ എന്ന പേരുള്ള ഹോമിയോ ഡോക്ടർ ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിന് വീട്ടിൽ നടത്തുന്ന ക്ലീനിങ്ങാണ്. ഏത് പനി വന്നാലും ശ്വാസം മുട്ടിയാലും എല്ലാം എടുത്തുകൊണ്ട് പുള്ളിയുടെ അടുത്ത്. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മുക്കോളത്തെ ചെറുപുഷ്പ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ്. ഒരു MBBS ഡോക്ടറാണ്, TL മാത്യു എന്ന് പറയും. എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുക. ഏത് സ്പെഷ്യലിസ്റ്റിനെക്കാളും അദ്ദേഹത്തിൻ്റെ രോഗിയെ കാണുമ്പോൾ അറിയാം, ഡയഗ്നോസ് ചെയ്യാൻ അറിയാം, എല്ലാവർക്കും കാണുമ്പോൾ അറിയാം. ഒരു രോഗി അവിടെ ചെല്ലുമ്പോഴേ ഈ മാത്യു സാറ് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ മാത്യു ഡോക്ടർ എല്ലാവരും അറിയാം. TL മാത്യു എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. ഇനി കുറച്ചുകൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അസീസി എന്ന് പറഞ്ഞ് കൂടുതൽ വേറെ ഹോസ്പിറ്റൽ ഞങ്ങളുടെ അവിടെ വരുന്ന ഒരുവിധം കൊള്ളാവുന്ന ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അതാണ്. ഈ ഒരു ട്രെൻഡ്. അതേസമയം 26 ആശുപത്രി, അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിൽ പഴയ KBMS, റാണി ഹോസ്പിറ്റൽ, കടമപ്പുഴ എന്നൊക്കെ പറഞ്ഞ് കുറേ പരമ്പരാഗത ഹോസ്പിറ്റൽ, ശാന്തി എന്ന് പറയും. ഇതെല്ലായിടത്തും സ്ഥിതിയായിരുന്നു. എന്ന് വെച്ചാൽ ഒരുവിധം ചെറിയ ക്ലിനിക്കുകളെ, ഹോസ്പിറ്റലുകളെ, വലിയ ഹോസ്പിറ്റലുകൾ. പക്ഷേ അവിടെ എല്ലാം നമുക്ക് എല്ലാ തരത്തിലും അഫോർഡബിലിറ്റി ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ആശുപത്രി മേഖലയിലേക്ക് വലിയ സ്രാവുകൾ, സ്വകാര്യ സ്രാവുകൾ വരികയാണ്. വലിയ വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകൾ വരുന്നു. ഈ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകൾ ആദ്യം പ്രധാന നഗരങ്ങളെ പിടിക്കുന്നു. ഇപ്പോൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും എത്രമാത്രം ഉണ്ടായിരുന്നു. കോഴിക്കോട് കാര്യം എനിക്കറിയത്തില്ല എത്രമാത്രം. അല്ല, തിരുവനന്തപുരം നമ്മൾ നോക്കൂ, ഇവിടെ തപ്പിക്കഴിഞ്ഞാൽ എത്ര ഹോസ്പിറ്റലാണ്. അത് മെഡിക്കൽ കോളേജിന് ചുറ്റുമാണ്. നമ്മൾ മെഡിക്കൽ കോളേജ് ചുറ്റുമാണ്. തിരുവനന്തപുരം മുഴുവൻ ഹോസ്പിറ്റലാണ്. നമ്മുടെ കുട്ടിക്കാലത്ത് തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു സ്വകാര്യ ആശുപത്രി ഉണ്ടായിരുന്നത് ഒന്ന് ശ്രീരാമകൃഷ്ണ മിഷൻ ശാസ്താമംഗല ഹോസ്പിറ്റൽ, ചെറിയ ഹോസ്പിറ്റലായിരുന്നു. നിങ്ങൾ പോലും അന്ന് എല്ലാവരും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണ തിരക്ക് ഒഴിവാക്കി അവിടെ പോകുമായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് GG ഹോസ്പിറ്റലാണ്. GG ഹോസ്പിറ്റൽ ഇന്ന് ആ ബൈപ്പാസിലേക്ക് ചെന്ന് അവിടെ മുഴുവൻ ഹോസ്പിറ്റലാണ്. ആനന്ദപുരി, SP ഫോർട്ട്, മെഡ്ഫോർട്ട്, അത് ഹൈ സ്പെഷ്യലിസ്റ്റ്. ഇവിടെ നിന്ന് കിംസിൻ്റെ പല ഇനം, അല്ലെങ്കിൽ ആസ്റ്റർ, എന്തെല്ലാം ഹോസ്പിറ്റലാണ്. കൊച്ചിയിലെ കാര്യം പറയേ വേണ്ട. കൊച്ചിയിലെ ബൈപ്പാസ് നമ്മൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ മുഴുവൻ ഹോസ്പിറ്റലാണ്. ഇത് എല്ലാം തിരുവല്ല നഗരം അവർ അറിയപ്പെടുന്ന ആരോഗ്യ നഗരം എന്നാണ്. ആരോഗ്യം കൂടുതലുള്ളതുകൊണ്ടല്ല, ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് തിരുവല്ല. അങ്ങനെ സകല നഗരങ്ങളിലും, ചെറിയ നഗരങ്ങളിൽ പോലും വലിയ ഹോസ്പിറ്റൽ. അവിടെ നമ്മളെ ഭയപ്പെടുത്തുന്നൊരു സംഗതി, ഇത് നമ്മൾ ഇതിനോട് സംസാരിക്കുന്നതാണ്. ഇതിൻ്റെ രണ്ടാമത്തെ സംഗതി, ഈ 1000-2000 കോടി രൂപ, ഇപ്പോൾ 2500 കോടി രൂപ മുടക്കിയാണ് ഈ വിദേശ കമ്പനികൾ ഇവിടെ വന്ന് ഒരു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്ത് 2500 കോടിയാണ്. അമേരിക്കൻ കമ്പനികൾ. അല്ലെങ്കിൽ കിംസിൻ്റെ ഗ്രൂപ്പ് ഏറ്റെടുത്തിരിക്കുന്നത് 3000-3500 കോടിയാണ്. ഇത്രയധികം കോടി മുടക്കി ഈ ഹോസ്പിറ്റൽ ഏറ്റെടുത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഈ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലുകൾക്ക് അടിമകളായെന്നും ഇവരെ ഏത് തരത്തിലും ചൂഷണം ചെയ്യാമെന്നും തോന്നലുണ്ട്. അതിൻ്റെ കാരണം ഞാൻ പഠിക്കുന്ന IMA ആണ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. കറക്റ്റ്. കാരണം ലോകത്തൊരിടത്തുമില്ലാത്തൊരു പ്രത്യേകത ഇവിടെ ഉള്ള എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഏത് ആശുപത്രിയിൽ ഏത് ഡോക്ടറുടെ പിഴവുണ്ടായാലും ആ പിഴവ് മറയ്ക്കുന്ന തരത്തിലായിരിക്കും IMA റിപ്പോർട്ട്. അപ്പ ക്ലീൻ ചിറ്റാണ്. ഇനി കോടതിയിലേക്ക് ചെന്നാലോ, കോടതികളിൽ ഈ വിദഗ്ധരുടെ റിപ്പോർട്ട് അനുസരിച്ച് മാത്രമേ നടപടിയെടുക്കൂ. അതായത് നിങ്ങൾ ആരെ കൊന്നാലും, ആരുടെ സ്ഥലം മുറിച്ചാലും, ആരുടെ അവയവം മുറിച്ചാലും, ആരെ അനാവശ്യമായി മരുന്ന് കൊടുത്തു കൊന്നാലും, ആരുടെ ഇതിട്ടാലും അറിയപ്പെടത്തില്ല. ഇത് സ്വകാര്യ മേഖലയുടെ പ്രത്യേകത. ഇനി സർക്കാർ ആശുപത്രിയിലാണെങ്കിലും നമ്മൾ ഈ കാണുന്ന മാതിരി ഇന്നിപ്പം
ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വയറ്റിൽ കത്രിക 5 വർഷം മുമ്പ് കുടുങ്ങിപ്പോയി. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം രാജ്മോഹൻ, ഈ കത്രിക അവിടെയാണ് വെക്കുന്നത്. ഇത് കുടുങ്ങുക എന്ന് പറയുന്നത് കത്രിക ഇവർ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് വയറ്റി വെക്കുന്നുണ്ടല്ലേ. നമ്മൾ വീട്ടിൽ കറിക്ക് നുറുക്കി പിച്ചാത്തി അപ്പുറത്ത് മേശയിലല്ലേ വയ്ക്കുള്ളൂ, അല്ലാതെ കറിയുടെ കൊടുത്തെടുത്ത് വയ്ക്കില്ലല്ലോ ഒരിക്കലും നുറുക്കുന്ന സാധനത്തിൻ്റെ കൂടെ. അത് മാത്രമേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് വെച്ചാൽ ഏത് കത്രിക, ഇപ്പോൾ കത്രിക അല്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. എന്നാ സാധനമാണെങ്കിലും ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു സാധനം അതൊരു ഔട്ട്സൈഡ് സാധനം തന്നെയാണല്ലോ, വയറിൻ്റെ അകത്താണോ അവർ സൂക്ഷിക്കുന്നത്. മാത്രമല്ല കുറച്ച് വർഷം മുമ്പ് വേറെ സ്ത്രീ, അവരുടെ പേര് ഹർഷീന, കോഴിക്കോട്, അവരുടെ ഇത് തന്നെ അനുഭവം. അത് ഇവർക്കൊന്നും ഇത്രയും ഒരു ധാരണയില്ലേ എന്നുള്ളതാണ്. എന്നിട്ട് ആ ഡോക്ടർ പറയാണ് ഈ 5-50 വർഷത്തിന് കുഴപ്പമില്ല. മാത്രമല്ല ഒരു നേരത്തെ സർജറി നടത്തിയിട്ടുണ്ട്, അന്നങ്ങനെ വയറ്റില്ല. ഇത് തന്നെയായിരുന്നു ഹർഷീനയുടെ കാര്യം വന്നപ്പോഴും. അതെ, ഹർഷീനയുടെ കാര്യം വന്നപ്പോഴും ഇവർ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 3 തവണ സർജറി നടത്തിയിട്ടുണ്ട്, ഞങ്ങളുടെ അല്ല എന്നുള്ള. അതാ ഏറ്റവും എളുപ്പത്തിൽ ഇവർക്ക് കിട്ടുന്ന ഒരു ക്യാപ്സ്യൂള്. പക്ഷേ ഈ സാധനത്തിൻ്റെ, ഈ കത്രികയുടെ ശാസ്ത്രീയ പരിശോധന നടത്തിയാൽ എന്നാ ഉണ്ടാക്കിയെന്ന്, എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാം. ഇവരത് വഴി തടുത്തിപ്പോൾ. അപ്പോൾ ഈ ഞാൻ പറയുന്നത്, പക്ഷേ സർക്കാർ ആശുപത്രികൾ, എനിക്ക് ഇതിൻ്റെ ഒറ്റ കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ. ഈ ഉത്തരവാദിത്തമില്ലായ്മയാണ്. ഈ ഉത്തരവാദിത്തമില്ലായ്മയുടെ കുഴപ്പം സർക്കാർ ഡോക്ടർമാരാണെന്ന് ഞാൻ പറയില്ല. ആ ഡോക്ടർ ലളിതാംബിക പറഞ്ഞതിൻ്റെ അകത്ത് ഒരു കഥയുണ്ട്. ഈ ഗ്രൗണ്ട് നേഴ്സ് ഉണ്ടോ, ഇതിൻ്റെ ലിസ്റ്റ് സൂക്ഷിക്കണം. അല്ലെങ്കിൽ അതെ രാജ്മോഹൻ, ഒരു സർജറി നടത്തുമ്പോൾ എത്ര സഹായികൾ ഇവർക്കുണ്ട്. ഒരു സ്വകാര്യ ആശുപത്രി എത്ര സഹായികളുണ്ട്, എത്ര സഹായികളുണ്ട്. ഒരു ഡോക്ടർ, ഒരു നേഴ്സും കാണും, അല്ലെങ്കിൽ ഒരു ജൂനിയർ ഡോക്ടർ കാണും. ഇതിനപ്പുറത്തേക്ക് അങ്ങനെയാണോ? ഓരോ ഡോക്ടർ ഇങ്ങനെ കൈ വീഴ്ചാൽ എന്താണെന്ന് അറിഞ്ഞെടുത്ത് കൊടുക്കേണ്ടവർ വേണം. അപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല എന്നുള്ളൊരു വസ്തുത. ഇപ്പോൾ ഡോക്ടർമാർ സമരം നടത്തുന്നുണ്ടല്ലോ, ആവശ്യത്തിന് ജീവനക്കാരില്ല എന്നത് വസ്തുതയാണ്. അപ്പോൾ ഇവർ ആവശ്യത്തിന് ജീവനക്കാരെ കൊടുക്കണം, ആവശ്യത്തിന് ബെഡ് കൊടുക്കണം, ആവശ്യത്തിന് ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കണം. ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ പറഞ്ഞല്ലോ, അതെ, രോഗി തന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ മേടിച്ചുകൊണ്ട് വരണം, ഒന്നുകിൽ രോഗി തന്നെ മരുന്ന് മേടിച്ചുകൊണ്ട് വരണം. മാത്രമല്ല സ്കാനിങ് നടത്തണമെങ്കിൽ നമ്മൾ പുറത്ത് ലാബിൽ പോകണം. ഈ ഡോക്ടർ എഴുതി തരണ പർട്ടിക്കുലർ ലാബിൽ പോയാൽ റെസ്റ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പം ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതിരിക്കുമ്പോൾ ആവശ്യത്തിൽ ഒരു ഡോക്ടർ എത്ര രോഗികളെ പരിശോധിക്കുന്നത്? മെഡിക്കൽ കോളേജിൽ ഒ പി ഇരിക്കുന്ന ഡോക്ടർ 300 പേരെയൊക്കെയാണ് ഒരു ദിവസം പരിശോധിക്കുന്നത്. അതെ, എൻ്റെ ഒരു സുഹൃത്ത് എത്ര ഡോക്ടർ ലീവ് എടുത്തു. അല്ല, എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? ഒരു ഡോക്ടർ, സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് താങ്ങാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് രോഗികളുണ്ട്. അപ്പോൾ ഇപ്പം മെഡിക്കൽ കോളേജ് പ്രൊഫസർമാരുടെ കാര്യം എടുക്കുക. ഇവർ ഈ ആശുപത്രിയിലെ മുഴുവൻ ഡ്യൂട്ടി ചെയ്തിട്ട് വേണം ഇവർ പഠിപ്പിക്കാൻ പോകാൻ. മെഡിക്കൽ കോളേജിൽ പിള്ളേരുടെ അവസ്ഥ ആലോചിക്കുക. ഇവരെ പകല് പഠിക്കണം, രാത്രി ഡ്യൂട്ടി ചെയ്യണം. ഈ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന പലപ്പോഴും രാത്രികൾ നമ്മൾ ഹോസ്പിറ്റലിലാണെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ പിള്ളേരാണ് ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞാൽ ഇവിടെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് ഡോക്ടർമാരെ അല്ല, ഇവിടെ കുറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ ആശുപത്രികളെയല്ല. നേരെ മറിച്ച് ഇതൊക്കെ മെച്ചപ്പെടുത്താൻ ബാധ്യതപ്പെട്ട മന്ത്രിയെയാണ്. കേരളത്തിൽ ഒരു ഡോക്ടറായിരുന്നു, ഒറ്റ ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നില്ല, ഡോക്ടർ AR മേനോനാണ് 57 മന്ത്രിസഭയിൽ. അദ്ദേഹം പ്രഗത്ഭനായ ഡോക്ടറായിരുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം അന്ന് അടിസ്ഥാനമിട്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊരു വിധം കൊണ്ടുപോയതുകൊണ്ടാണ് നമുക്ക് ആരോഗ്യ മേഖല പിടിച്ചിരിക്കാൻ കഴിഞ്ഞത്. പിന്നീട് പല ഡോക്ടർമാരും മന്ത്രിമാരായെങ്കിലും അവർക്ക് ആർക്കും ആരോഗ്യവകുപ്പ് കിട്ടിയിട്ടില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് ഈ മന്ത്രിസഭയിൽ എൻ്റെ ഒരു വിലയിരുത്തൽ പറയുകയാണെങ്കിൽ ഏറ്റവും കഴിവുകെട്ട മന്ത്രി എന്ന് പറയുന്നത് ഈ വീണ ജോർജ് ആയിരിക്കും. ആരോഗ്യവകുപ്പുള്ള ഒരു മേജർ വകുപ്പെടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലെ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തിട്ട് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ധാരണയില്ല. അവർ വടിവത്ത ഭാഷയിൽ സംസാരിക്കുക, അവരുടെ ഇമേജിന് കോട്ടം തട്ടാതിരിക്കാൻ ശ്രമിക്കുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഭരണത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഏറ്റവും ദയനീയമായ സ്ഥിതിയിലാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു രോഗിയുടെ വയറ്റിൽ ഒരു കത്രിക വെച്ചിട്ട് പോകുന്ന സാഹചര്യം റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. അതിപ്പോൾ പിന്നെ കെ കരുണാകരൻ മന്ത്രിസഭ 94 രാജിവെച്ചപ്പം AK മുഖ്യമന്ത്രിയായപ്പോൾ VM സുധീരനാണ് ആരോഗ്യമന്ത്രിയായത്. കുറഞ്ഞ കാലം അദ്ദേഹത്തിന് മന്ത്രിയാവാൻ പറ്റിയിട്ടുള്ളൂ. ഇപ്പോഴേ മാറ്റി. അല്ല, മന്ത്രിസഭ കാലാവധി കഴിഞ്ഞല്ലോ, അപ്പോഴേക്കും 94 കഴിഞ്ഞല്ലോ. പക്ഷേ ആ ഉള്ള നേരം കൊണ്ടല്ലോ അദ്ദേഹം അതിഗംഭീരം അവരോട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. ആ പരിഷ്കാരങ്ങളാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ അവിടുത്തെ ആരോഗ്യ മേഖലയുടെ. ഞാൻ പലരോടും പറയും, എനിക്ക് രാഷ്ട്രീയത്തോട് യാതൊരു താല്പര്യമില്ല. എങ്ങാനും രാഷ്ട്രീയത്തിൽ ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായാൽ എൻ്റെ ഒരു ആഗ്രഹം 1 വർഷം ആരോഗ്യമന്ത്രി ആവണമെന്നാണ്. വേറെ ഒരു വകുപ്പിനോട് താല്പര്യം. കാരണം വളരെ എളുപ്പത്തിൽ ശരിയാക്കാൻ പറ്റുന്നൊരു വകുപ്പാണ്. അതിന് വളരെ സിമ്പിളാണ്. അതായത് മെഡിക്കൽ കോളേജുകൾ റഫറൽ ഹോസ്പിറ്റലാക്കുക. വഴിയെ പോകുന്ന ആളുകൾ പനി പിടിച്ചവരും ജലദോഷം പിടിച്ചവരും മെഡിക്കൽ കോളേജിലേക്ക് വരാൻ പാടില്ല. ഫസ്റ്റ് തിങ്, മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട അതേ സൗകര്യങ്ങളോടുകൂടി ജനറൽ ആശുപത്രികൾ വലുതാക്കി കഴിഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാത്ത ആരും പോകാതിരിക്കുകയും ജനറൽ ആശുപത്രികൾ മെഡിക്കൽ കോളേജിന് പകരമായി മാറുകയും ചെയ്യും. എല്ലാവർക്കും ജനറൽ ആശുപത്രി. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിന് പകരം രോഗികൾ പോവേണ്ട ഇടമായി ജനറൽ ആശുപത്രിയാക്കുക. മെഡിക്കൽ കോളേജ് മേജർ സർജറികൾ അടക്കമുള്ള മേജർ സംവിധാനങ്ങളിലേക്ക് മാറ്റുകയും ആ സംവിധാനം റഫറലാക്കുക. അതുപോലെ തന്നെ ജില്ലാശുപത്രികളും താലൂക്ക് ആശുപത്രികളും പ്രാഥമിക ചികിത്സാ സെൻ്ററുകളും കൂട്ടി അവിടെ ആവശ്യത്തിന് ഡോക്ടർമാരെ വയ്ക്കുകയും എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും കൊടുക്കുകയും
ഈ വാസ്തവത്തിൽ ഒരു 90% ചികിത്സയും രോഗികളും 90% രോഗികളെയും താഴെ തന്നെ തീർക്കാവുന്നുള്ളൂ, താലൂക്ക് ആശുപത്രിയിൽ താഴെ തീർക്കാവുന്നുള്ളൂ വരുന്നത്. അപ്പോൾ ബെഡിൻ്റെ എണ്ണം കൂട്ടുക, ഡോക്ടർമാരുടെ എണ്ണം കൂട്ടുക, ഡോക്ടർമാരുടെ ശമ്പളം കൂട്ടുക. ഡോക്ടർമാർക്ക് ശമ്പളത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഗതികെട്ട അവസ്ഥയാണ്. അവരുടെ ശമ്പളം കൂട്ടുക, അവരൊക്കെ ചോദിക്കുന്ന കാശ് കൊടുക്കുക. കാരണം അവർ മത്സരിക്കേണ്ടി വരുന്നത് സ്വകാര്യ ആശുപത്രി ഡോക്ടർമാരുമായിട്ടാണ്. അപ്പോൾ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് വലിയ ശമ്പളം കൊടുക്കണം. ഇപ്പോഴത്തെ ശമ്പളത്തിൻ്റെ ഇരട്ടിയാക്കിയാലും കുഴപ്പമില്ല, കാരണം അവർ ഡോക്ടർമാരാണ്. സ്വീഡനിൽ താമസിക്കാൻ നമ്മുടെ ഒരു ചേട്ടൻ പറയും, അവിടെയൊക്കെ ചുമ്മാ വലിയ ആശുപത്രി ചെല്ലാൻ പറ്റൂല, ഒരിടത്തും പറ്റില്ല. വെസ്റ്റിൽ നമ്മൾ നേരത്തെ അപ്പോയിന്റ് ഫിക്സ് ചെയ്ത് അവരെ നമ്മളെന്താണ് വിലയിരുത്തി എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ ആ ഒരു സിസ്റ്റം മൊത്തം ഉടച്ചു വാർത്ത് ആവശ്യത്തിന് ജീവനക്കാരെ വെച്ച് ആവശ്യത്തിന് വൃത്തിയാക്കി. ഒന്ന്, ഇപ്പം ഈ മെഡിക്കൽ കോളേജുകളടക്കമുള്ള സർക്കാർ ആശുപത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ നോൺ മെഡിക്കൽ സ്റ്റാഫ് ഉണ്ടല്ലോ, ഈ സെക്യൂരിറ്റി അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇവർ മുഴുവൻ പൊളിറ്റിക്കൽ നിയമനമാണ്. അപ്പോൾ ഇവരാരും പണിയെടുക്കത്തില്ല. മാത്രമല്ല അപമര്യാദ പെരുമാറുന്ന കാര്യത്തിൽ മാത്രമല്ല ഇവിടേക്ക് ചെന്നാൽ വലിയ നാറ്റവും ഈ ആശുപത്രി വാർഡിനോടൊക്കെ ചേർന്ന ടോയ്ലറ്റിൻ്റെ അവസ്ഥ, ഇതെല്ലാം പ്രൊഫഷണലൈസ് ചെയ്ത് നല്ല ഗംഭീരമാക്കി മാറ്റിയാൽ നമ്മുടെ ഈ ആരോഗ്യ മേഖല നന്നാവും. ഇതാക്കി കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഇതായാൽ ഈ പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ കൂട്ടേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും ആരോഗ്യമേഖലയിൽ ഇരിക്കുന്നവർക്ക് ഈ പഞ്ചനക്ഷത്ര ആശുപത്രികൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ തടസ്സം നിൽക്കുന്നതും പണം കൊടുക്കുന്നതും ഒക്കെ ഈ സ്വകാര്യ ആശുപത്രിയിൽ പലപ്പോഴും. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ ബാർ ഉടമകൾ പെട്ടെന്ന് 2 മണിക്കൂർ നീട്ടിക്കൊടുത്തു. ഇത്തരത്തിൽ വലിയ സ്വാധീനമുള്ള ആൾ ഇപ്പോൾ ഈ സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകളുണ്ട്. ഈ സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ എളുപ്പത്തിൽ പണം കൊടുത്ത് ഈ സംവിധാനത്തെ അട്ടിമറിക്കും. മാത്രമല്ല ഈ നേതാക്കന്മാർക്കും കുടുംബത്തിനെല്ലാം ഫ്രീ ആണ്. അവർക്ക് ചില ദോഷപ്പനി വന്നാൽ പോലെ അവിടെ ഏറ്റവും നല്ല മുറിയിൽ അവർക്ക് ഏറ്റവും നല്ല സൗകര്യത്തിൽ കിട്ടും. അപ്പം ഞാൻ പറയുന്നത് ഈ സ്വകാര്യ ആശുപത്രി മാഫിയ എന്ന് പറയുന്ന കടുത്ത, ഞാൻ അതിനകത്ത് ഏറ്റവും എനിക്ക് സങ്കടമുള്ളൊരു വസ്തുത, ഇപ്പം ഈ ആശുപത്രി നട്ടെല്ലെന്ന് പറയുന്നത് നേഴ്സുമാരാണ്. ഈ നേഴ്സുമാർ നല്ല നേഴ്സുമാരുണ്ടെങ്കിൽ മാത്രമേ ഡോക്ടർമാർ ഈ കോടികൾ മുടക്കുന്ന 2000 കോടി മുടക്കി വാങ്ങുന്ന ആശുപത്രികൾ അവർ ഡോക്ടർമാർക്ക് അവർ 8-10 ലക്ഷം രൂപ ശമ്പളം കൊടുക്കും പലപ്പോഴും. പക്ഷെ നേഴ്സുമാർക്ക് ഇപ്പോഴും ബേസിക് സാലറി ഇല്ല. UNA എന്ന് പറയുന്ന സംഘടന ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അത്യാവശ്യമുള്ളത്. പക്ഷെ ഇപ്പം നാളെ, അതായത് ഈ ശനിയാഴ്ച ഒരു സമര പ്രഖ്യാപനം നടത്തുവാണ്. ഞാനും പോകുന്നുണ്ട്. അതായത് കേരളത്തിലുള്ള നേഴ്സുമാരിൽ 2 പേരും നാളെ അവിടെ പങ്കെടുക്കും. ഈ 3-1 മാത്രം ഡ്യൂട്ടിക്ക് പോകത്തില്ല, അത്യാവശ്യം ഡ്യൂട്ടി മാത്രം. എന്നിട്ട് ഇവരുടെ മിനിമം ആവശ്യം 40,000 രൂപ മിനിമം സാലറി വേണം. ന്യായം ആവശ്യമില്ലേ? പണിയെടുക്കുക, നമ്മളോട് 40,000 രൂപ മിനിമം സാലറി വേണം. അവകാശ പ്രഖ്യാപനം നാളെ നടത്തി വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ പ്രക്ഷോഭത്തിന് പൂർണ്ണ പിന്തുണയായിട്ട് ഞാനും പോകുന്നുണ്ട് തൃശ്ശൂർ. നാളെ അവരുടെ സമ്മേളനത്തിൽ അതിശക്തമായ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ ഞാനും പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ UNA എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു സമരം, അപ്പം ന്യായമല്ലേ ഈ നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കുക? അവർ ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഡോക്ടറെ പോലെ അല്ലത്. ഡോക്ടർ അതിൻ്റെ ഉത്തരവാദിത്തം കാര്യങ്ങളും ബാക്കി മുഴുവൻ ചെയ്യേണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കേണ്ടത് ഇവരല്ലേ, ശ്രദ്ധിക്കേണ്ടത്. നാളെ ഒരു സെമിനാറൊക്കെ നടത്തുന്നുണ്ട്. നേഴ്സും സമൂഹവും നേഴ്സിംഗ് സമൂഹവും മാധ്യമങ്ങളും എന്ന വലിയ സെമിനാർ നടത്തുന്നുണ്ട് നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ആ സെമിനാറിൽ നമ്മുടെ ജിൻഡോയെ വിളിച്ചിട്ടുണ്ട്, ഡോക്ടർ SS ലാൽ വരുന്നുണ്ട്, ഞാനായിരിക്കും മോഡറേറ്റർ. അപ്പം നമ്മളതൊരു ഗംഭീരമായൊരു പരിപാടിയായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അപ്പം ഇതൊക്കെയാണ് ആശുപത്രിയുടെ അവസ്ഥ. ആരോഗ്യമേഖലയുടെ അവസ്ഥ എത്ര ദയനീയമാണ്. നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് എടുക്കാം. തന്ത്രിയുടെ കോടതിയിൽ തന്ത്രിയുടെ ഒരു വാദമുഖം നമ്മൾ അമ്പരപ്പിക്കുന്നതാണ്. ശരിക്കും ഈ സർക്കാർ രാഷ്ട്രീയപരമായി തീർക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഇന്നലെ സംഭവിച്ചത്? കുറച്ച് കാര്യം പറയുക. അല്ല, അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് ഇതിൽ പ്രധാനമായും ഇദ്ദേഹത്തോടെ രാഷ്ട്രീയ വിരോധം ഈ സർക്കാരിന് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് സ്ത്രീ പ്രവേശനത്തെ അന്ന് അദ്ദേഹം തടഞ്ഞിരുന്നു. മാത്രമല്ല ദിവസവും ശബരിമല നട തുറക്കാനൊരു നീക്കം നടത്തിയിരുന്നവർ എല്ലാ അമ്പലങ്ങളെയും പോലെ, അപ്പോൾ അതൊക്കെ അദ്ദേഹം തടഞ്ഞിരുന്നു. അപ്പോൾ മാത്രമല്ല അദ്ദേഹം ഈ സ്ത്രീകൾ വരുമ്പോൾ അദ്ദേഹം ശുദ്ധീകരണം നടത്തിയിരുന്നു, നടയടച്ച്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇവരെ എതിരാക്കി എന്നാണ് പറയുന്നത്. അത് മനഃപൂർവ്വം തന്നെ കുടുക്കി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ തന്ത്രിയുടെ ഇൻവോൾവ്മെൻറ്റും തന്ത്രിയുടെ അറസ്റ്റും ഒരു ഷോക്കിംഗ് ഇൻസിഡൻ്റാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം പ്രതി ചേർക്കപ്പെട്ട 13 പേരോ മറ്റുമായിരുന്നു. അതെ, അതിൽ തന്ത്രി ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന ഓരോരുത്തരെയായി പിടിച്ചു വരിക, ആദ്യം പോറ്റിയെ പിടിച്ചു, അങ്ങനെ ഓരോരുത്തരെയായി പിടിച്ച് ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്ത് വരുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിനിടയിലാണ് പെട്ടെന്നൊരു ക്രൈസിസ് ഉണ്ടാകുന്നു. ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസും വിജയകുമാറിനെയും അറസ്റ്റ് ചെയ്യാൻ മടി കാണിക്കുന്നു. ഓർക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന പത്മകുമാർ അകത്താണ്, ബാക്കി 2 മെമ്പർമാർ അകത്ത്. ഈ 2 മെമ്പർമാരെ അകത്ത് നിർത്താൻ കാരണം
കെ.പി. ശങ്കരദാസിനെ രക്ഷിക്കുക എന്നൊറ്റ കാരണം കൊണ്ടാണ്. കെ.പി. ശങ്കരദാസ് DIGയുടെ പിതാവാണ്. അപ്പോൾ അതുകൊണ്ട് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് മടിയാണ്. അപ്പോൾ ശങ്കരദാസിനെ മാത്രം അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് വിജയകുമാറിനെ വിട്ടു. എന്നിട്ട് പറഞ്ഞു ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അത് അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ കള്ളത്തരത്തിന് നേതൃത്വം കൊടുത്തതും ഈ മോഷണത്തിന് ആസൂത്രണം നടത്തിയതും ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളാണ്. നടക്കുമല്ലോ. വിചിത്രമായ സംഗതി എന്താണെന്ന് വെച്ചാൽ അവരെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണെന്ന് കോടതി ചോദിച്ചപ്പോൾ അറസ്റ്റ് ചെയ്ത തന്ത്രിയാണ്. അപ്പം നമ്മളെല്ലാം ഞെട്ടിപ്പോയി, ശരിക്കും നമ്മൾ ശരിക്കും ഷോക്കായി. പക്ഷേ പിന്തുണ തന്ത്രിക്ക് കിട്ടിയില്ല. നമ്മളൊരു സർവേ നടത്തി നോക്കി, ജനങ്ങളുടെ അഭിപ്രായം അറിയാം. 90% ആളുകളും തന്ത്രി കുറ്റക്കാരനാണ് എന്ന നിഗമനത്തിലേക്ക് എത്തി. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്വേഷണ സംഘം തരക്കേടില്ലാതെ കേസ് അന്വേഷണം മുമ്പോട്ട് പോകുന്നു. ഹൈക്കോടതി പറയുന്നു അന്വേഷണ സംഘത്തിന് ഞങ്ങൾക്ക് വിശ്വാസമാണ്, അവരൊരിക്കലും രാഷ്ട്രീയം കാണിക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ തന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാവാം ഈ നമുക്കെല്ലാവർക്കും ഉണ്ടായി. അപ്പോൾ അങ്ങനെ നമ്മൾ തന്ത്രിയെ ന്യായീകരിക്കാൻ ആർക്കും കഴിയും. തന്ത്രി സമാജം കൊണ്ട് മാത്രമാണ് ആദ്യം തന്ത്രിയെ പിന്തുണച്ചത്. പക്ഷെ അവരും പിന്നീട് പിന്മാറിപ്പോയി. അങ്ങനെ തന്ത്രിയെ സകലരും കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചില സ്വകാര്യ ബാങ്കുകളിൽ അദ്ദേഹത്തിന് നിക്ഷേപം ഒരു 2.5 കോടി രൂപയുടെ സ്വകാര്യ ബാങ്ക് നിക്ഷേപം. ഇങ്ങനെ ഈ തന്ത്രിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം സ്വാഭാവികമായും കോടതിയിൽ പോലീസ് പറയുകയാണ്, ഹൈക്കോടതി ചെന്ന് പോലീസ് പറയുകയാണ് മുഴുവൻ തെളിവുകളുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇവരെ വിശ്വസിക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് ഹൈക്കോടതി ചോദിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാം വിശ്വസിച്ചു തന്ത്രിക്കെതിരെ തെളിവുണ്ടാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏറ്റവും തന്ത്രപരമായ മൗനം പാലിച്ച UDF ആയിരുന്നു. UDF തന്ത്രി അറസ്റ്റ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. തന്ത്രിക്കെതിരെയും പറഞ്ഞില്ല, അനുകൂലിച്ചും പറഞ്ഞില്ല. വളരെ കൃത്യമായ ഒരു അകലം പാലിച്ച് മാറി നിന്നു. അപ്പം ഞാൻ ആദ്യം വളരെ ആശയക്കുഴപ്പത്തിലായി. പക്ഷെ പിന്നീട് ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവരം നൽകുന്ന വൃത്തങ്ങളോടൊക്കെ സൂചിപ്പിച്ചവരെല്ലാം പറഞ്ഞ് യഥാർത്ഥ ആസൂത്രകൻ തന്ത്രിയായിരുന്നു. ഞാനിതിൽ ഏറ്റവും നിർണായകമായി ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, ഈ കേസിലെ സർക്കാർ ഭാഗം, അതായത് ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരാളുമായി കൂടിക്കാഴ്ച നടത്തി. ഞാനത് കാണാൻ എനിക്ക് ഈ തന്ത്രിയുടെ റോൾ അറിയണമായിരുന്നു. അപ്പം ഞാൻ വളരെയേറെ റിസ്ക് എടുത്ത് ഞാൻ വളഞ്ഞ വഴിയിലൂടെ തന്നെ ഞാൻ ഇയാളെ കണ്ടുപിടിച്ച് ഞാൻ അയാളുമായിട്ട് ഒരു 3/4 മണിക്കൂർ നേരം സംസാരിച്ചു. അപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞത്, വളരെ പ്രധാനപ്പെട്ട ആളാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ തട്ടിപ്പിൻ്റെ സൂത്രധാരൻ തന്ത്രിയാണ്. ഞാൻ ഞെട്ടി. അന്നാണ് അദ്ദേഹം ഈ പറയുന്ന 2.5 കോടിയുടെ കാര്യം നെടുമ്പറമ്പിലല്ലെന്ന് പറഞ്ഞിരുന്നു. ഈ നെടുമ്പറമ്പിൽ ചാനലുകളെല്ലാം കൂടെ അടിക്കുന്നത് അദ്ദേഹം പറഞ്ഞു വേറൊരു കമ്പനിയാണ്. അല്ല, അത് നെടുമ്പറമ്പിലായിരുന്നില്ല. അപ്പോൾ 2.5 കോടി രൂപ നിക്ഷേപം ഇട്ടിരുന്നു. ഈ 2.5 കോടി രൂപ നിക്ഷേപം ഇട്ടതിന് ശേഷം കമ്പനി പൊളിഞ്ഞെങ്കിലും പരാതി കൊടുത്തില്ല. പരാതി വന്നു. അപ്പം വിശ്വസനീയമായി തോന്നുന്നൊരു വാർത്തയാണ്. കൂടാതെ ഇദ്ദേഹത്തിന് മദ്യ വ്യവസായത്തിൽ പോലും നിക്ഷേപമുണ്ട്, ഇദ്ദേഹത്തിന് കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പലയിടങ്ങളിലുണ്ട് എന്നുള്ള വിവരം എന്നോട് ഇദ്ദേഹം പറഞ്ഞു തരികയാണ്. അപ്പോൾ ആ പറഞ്ഞ വിവരം, എന്നിട്ട് ഈ വിവരം ഇവർ റിപ്പോർട്ട് ചെയ്ത് EDയെ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് ഇത്തരത്തിൽ അവർക്ക് കണ്ടെത്താൻ കഴിയാത്ത, അവർക്ക് പരിമിതികളുള്ള സംഭവങ്ങളെല്ലാം ED അറിയിച്ചിട്ടുണ്ട്. ED എന്താണ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അന്ന് വാർത്ത ചെയ്തത്. വെറുതെ നമ്മൾ ഊഹാഭോഗത്തിൽ അടിച്ചതല്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, ഇത്തരം തെളിവുകളൊക്കെ ഇവരുടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവരിത് കോടതി ജാമ്യം കിട്ടില്ലായിരുന്നില്ല? അങ്ങനെയാണ് ഇതെല്ലാം കൊണ്ട് കൊടുത്തിരുന്നത്. ഇത് കാരണം ഇന്ന് ഹൈക്കോടതി ഇന്നത്തെ സെഷൻ ഇതിനകത്ത് ശ്രദ്ധിക്കുന്ന കാര്യം, കൊല്ലം വിചാരണ കോടതിയാണ് ഈ കേസ് കൈകാര്യം ചെയ്തത്, വിജിലൻസ് കോടതി. അപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി ഈ കേസ് കൈകാര്യം ചെയ്തപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ, ഇദ്ദേഹത്തിന് ജാമ്യം കൊടുത്തപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഓരോ ചോദ്യം പ്രസക്തമാണ്. ഒന്ന്, നിങ്ങൾ എന്ത് തെളിവാണ്, ഒരു തെളിവിൻ്റെ ഒരു കടലാസ് കഷ്ണം പോലും നിങ്ങളുടെ ഇല്ല, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്ന ചോദ്യത്തിന് ഇവർക്ക് ഉത്തരം പറയാനില്ല. അല്ലെങ്കിൽ ഈ തെളിവ് അവർ കോടതിയെ സമർപ്പിക്കണമായിരുന്നു. കോടതി സമർപ്പിച്ച വിവരങ്ങൾക്കകത്ത് ഒരു വിവരം പോലും നമുക്ക് ലഭ്യമല്ല. ഇനി തന്ത്രി പറയുന്ന ഒരു കാര്യം കൂടെ നോക്കണം. തന്ത്രി ജാമ്യാപേക്ഷ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഞാൻ തന്ത്രിയോടും സംസാരിക്കാൻ ശ്രമിച്ചു. ഇന്ന് വിവരം വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ തന്ത്രിയുടെ ഈ മണ്ണാർശാല, അവിടുത്തെ ബന്ധമുണ്ടല്ലോ, മണ്ണാർശാലയിലെ ഒരു പെൺകുട്ടിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ ബ്രഹ്മദത്തൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആ കുടുംബമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം മാത്രമല്ല, ഈ രാഹുൽ ഈശ്വറിൻ്റെ കുടുംബം. അപ്പം ഞാൻ ഇവരോടൊക്കെ സംസാരിച്ചു. അവർ പറഞ്ഞു, ഇവരുടെ അടുത്ത ബന്ധുക്കളോട് ഞാനിന്ന് സംസാരിച്ചു, പലരോടും. അപ്പോൾ അവരോട് സംസാരിച്ചു. അവർ പറഞ്ഞ കാര്യം വെച്ചാൽ കോടതിയുടെ വിധിക്കകത്ത് കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നത് മാധ്യമങ്ങളോടോ സോഷ്യൽ മീഡിയയിലോടോ കേസിൻ്റെ ഫാക്ട്സോ മെറിറ്റോ ഡീമെറിറ്റ്സോ സംസാരിക്കാൻ പാടില്ലെന്നാണ്. അന്വേഷണ സംഘം അല്ല, ഈ തന്ത്രിക്ക് ജാമ്യവ്യവസ്ഥ കിട്ടിയിരിക്കുന്നതനുസരിച്ച്, ഇപ്പൊ ജാമ്യം കിട്ടിയതനുസരിച്ച് തന്ത്രിക്ക് ഒരിക്കലും ഒരാളോടൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ തന്ത്രിയെക്കുറിച്ച് എന്ത് നമ്മൾ പറഞ്ഞാലും
തന്ത്രിക്ക് അത് വിഴുങ്ങാൻ പറ്റും. അത് ഈ കോടതിയുടെ ഈ ജാമ്യ വ്യവസ്ഥയുടെ ഒരു വലിയ വിഷയമാണത്. പല കേസുകളിലും നമുക്ക് കോടതി പറയരുത് എന്ന് പറയുന്ന ഒരു വിഷയത്തേക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഡിഫേമേറ്ററി ആയിട്ടൊന്നും പറയരുതെന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് പറയാം. മിണ്ടരുത് എന്ന് പറഞ്ഞാൽ മിണ്ടാൻ പാടുന്നു പറയാൻ പറ്റും. അപ്പോൾ ഇത് തന്നെയാണ് തന്ത്രി നേരിടുന്ന പ്രതിസന്ധി. തന്ത്രിക്ക് തന്ത്രിയുടെ നിരപരാധിത്വം തുറന്നു പറയാം. അപ്പോൾ ആ സമയം രാഹുൽ ഗാങ്കൂട്ടത്തിൽ ഭാഗ്യവാനാ. രാഹുലിൻ്റെ 3 കേസിലും അങ്ങനെ ഒരു ഡിമാൻഡില്ല. രാഹുലിൻ്റെ 3 കേസിലും രാഹുലിന് ജാമ്യം കൊടുത്തപ്പോൾ കോടതി ഇതേക്കുറിച്ച് മിണ്ടരുതെന്ന് പറഞ്ഞിട്ടില്ല. വിറ്റ്നസിനെ സ്വാധീനിക്കരുത്, അവരെ അത്തരം കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഒരിക്കലും ഈ കേസിൽ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഈ കുടുംബാംഗങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ തന്നെ. അതായത് തന്ത്രി ഇവരുടെ നോട്ടപ്പള്ളിയായിരുന്നു. അതിൻ്റെ കാരണം 2018 ഇവർ പ്ലാൻ ചെയ്ത യുവതീ പ്രവേശന വിഷയം പാളിപ്പോകുന്നു. ഈ യുവതീ പ്രവേശന വിഷയം പാളിപ്പോകാൻ കാരണം തന്ത്രിയാണ്. തന്ത്രി പറയാന്ന് വെച്ചുള്ളൂ. സുപ്രീം കോടതി പറഞ്ഞാൽ ഇത് കുഴപ്പമൊന്നും. ഇവർ തന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചു. തന്ത്രി എന്താ ചെയ്തത്? നടയടയ്ക്കാൻ ശ്രീധരൻ സാർ PS ശ്രീധരൻപിള്ള സാർ അതിന്റെ ബുക്കിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹമാണ് ഈ യുവതീരം കൊടുത്തതെന്നുള്ളത്. അടയ്ക്കാം, കോടതി ലക്ഷ്യം ആവില്ല എന്ന് പറഞ്ഞു. അപ്പം നടയടയ്ക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അപ്പോൾ അന്ന് മാത്രമല്ല, ഈ പാർട്ടിയുമായി ഇവർക്ക് ഇദ്ദേഹത്തിന് ഞാൻ ഇന്ന് അവരുടെ കുടുംബാംഗങ്ങളോട് സംസാരിച്ചപ്പം CPM-ന് ഇദ്ദേഹത്തുള്ള വിരോധം ഒരു വശത്ത്. ഒന്ന്, ഈ ശബരിമല പ്രശ്നം, അത് പല വിഷയങ്ങളിലും ഇദ്ദേഹം CPM-നോട് സഹകരിച്ചിരുന്നില്ല. 2, ഹിന്ദു സംഘടന BHP അടക്കമുള്ള ഹിന്ദു സംഘടനകൾ ഇദ്ദേഹത്തോട് അത്ര യോജിപ്പില്ല. കാരണം അവർ പൂർണ്ണമായും അവരുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ അനുഭവിക്കുന്നത്, അപ്പം എനിക്ക് മോദിയോട് വലിയ ഇഷ്ടമുണ്ട്, BJP-യോട് വെറുപ്പില്ല. അതുകൊണ്ട് എനിക്ക് ഈ സംഘി ആരാധകർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ തീവ്ര BJP-ക്കാർ പറയുന്നത് ഞാൻ കോൺഗ്രസിനെ ചീത്ത വിളിച്ചൊഴിക്കണം, രാഹുൽ ഗണ്ഡി എന്ന് വിളിക്കണം, പപ്പുമോൻ എന്ന് വിളിക്കണം, ഞാൻ അങ്ങനെ ആ തരത്തിൽ ഞാനത് ചെയ്യുന്നില്ല. കോൺഗ്രസിന്റെ ആളുകളാണ് നിരന്തര കമന്റ് കാണുന്നത്. അത് ആരാ? ഈ BJP-ക്കാരെ പറയുന്നത്. ആ സമയം പൊതുവെ ഇവരൊക്കെ പറയുന്നത് എന്താണ്? പൊതുവെ നമ്മൾ BJP-യുടെ സംഘികളാന്ന് പറയുന്നത്. ഇതെല്ലാ അർത്ഥത്തിലുണ്ട്. ഇപ്പം ഞാൻ മുസ്ലിം വിരോധിയാന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ആരിഫ് ഹുസൈൻ ഞാനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? എനിക്ക് ഇസ്ലാമിനെ പേടിയാന്നാണ് ആരിഫ് ഹുസൈൻ പറയുന്നത്. അല്ലെങ്കിൽ ക്രിസംഖികൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, കാസ പോലുള്ള പ്രസ്ഥാനം, അവരൊക്കെ പറയുന്നത് എനിക്ക് ഇസ്ലാമിനെ പേടിയാണ്, ഇസ്ലാമിനെ കുറിച്ച് പറയാം. അപ്പം വെച്ചാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു നിലപാടെടുത്ത് പൂർണ്ണമായും ആ നിലപാട് നിൽക്കണം. അതാണ് നമുക്ക് അങ്ങനെ പറ്റില്ല. നമ്മുടെ പ്രൊഫഷനും അങ്ങനത്തെ ഇല്ല. അങ്ങനെ നമുക്കൊരു നിലപാടെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തന്ത്രി ശബരിമലയിലെ തന്ത്രിയാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഇതിൻ്റെ അകത്ത് ആകെപ്പാടെ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൃത്യമായൊരു, ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ തന്ത്രിയെ ഫോക്കസ് ചെയ്യാൻ കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ഇതിലേക്ക് പോകേണ്ടത് ഈ നമ്പി നാരായണൻ്റെ കേസിലേക്ക് പോകണം. നമ്പി നാരായണൻ കേസിൽ നമ്പി നാരായണൻ അടക്കമുള്ളവർ കുടുങ്ങിപ്പോയതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ചില ചുറ്റിക്കളി ഇവർക്കുണ്ടായിരുന്നു. സ്ത്രീ വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സ്ത്രീ വിഷയം പുറത്തു വരാതിരിക്കാനല്ലേ ആദ്യം ഇവരെല്ലാം ശ്രമിക്കുന്നുള്ളൂ. ആരൊരു വിഷയം ഉണ്ടായാലും ആദ്യം അവരുടെ മുമ്പിൽ ഇതിൻ്റെ ഇനി സംഭവിക്കാൻ പോകുന്ന ജയിൽവാസത്തെക്കുറിച്ചോ ഇനി സംഭവിക്കാൻ പോകുന്ന ചാരപ്പ് കേസിനെ കുറിച്ചൊന്നും ഇവർ കരുതുന്നില്ലല്ലോ. ഇവരുടെ ആകപ്പാടെ കരുതുന്ന ഈ സ്ത്രീ വിഷയം പുറത്തു വരാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഈ സ്ത്രീ വിഷയത്തിൽ അവർക്ക് മറച്ചു വയ്ക്കേണ്ടി വന്നു. പിന്നീട് അതങ്ങ് കുരുങ്ങിപ്പോയതുപോലെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം സ്ത്രീ വിഷയമല്ല, നേരെ മറിച്ച് തന്ത്രിക്ക് വലിയ തോതിൽ വരുമാനമുണ്ട്. അതായത് തന്ത്രി ഇവർ പറയുന്ന മാതിരി ശബരിമലയുടെ അല്ലെങ്കിൽ 4-3 അമ്പലത്തിൻ്റെ തന്ത്രിയല്ല, കുറഞ്ഞൊരു 500 ക്ഷേത്രത്തിനെങ്കിലും തന്ത്രിയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ. അപ്പം ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്ത്രിക്ക് റോളുണ്ട്. ചെന്നാൽ ദക്ഷിണ കിട്ടാറുണ്ട്. അപ്പോൾ തന്ത്രിക്ക് ദക്ഷിണ, ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഒരു കുഞ്ഞിനെ 28 കെട്ടിക്കാൻ തന്ത്രിയെ കിട്ടിയാൽ നമുക്ക് കാശുള്ള ആളാണ്, നമ്മൾ എത്ര വേണം കൊടുക്കും. അപ്പം ഈ തന്ത്രിക്ക് കിട്ടുന്ന ദക്ഷിണ തന്ത്രി കൃത്യമായി അക്കൗണ്ട് ചെയ്ത് കൃത്യമായി ടാക്സ് അടച്ചിട്ടുണ്ടാവില്ല. ഈ സമ്മാനം കിട്ടുന്ന തുകയെ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ തന്ത്രിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ദക്ഷിണ എന്ന് പറയുന്നത്, ഈ ദക്ഷിണ ഒരുപക്ഷെ ഈ ഒരു എന്താ പറയുക, വേണമെങ്കിൽ കള്ളപ്പണം എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന. അപ്പോൾ ഇത് അദ്ദേഹം നിക്ഷേപിച്ചിട്ടുണ്ടാവും. കാരണം ഈ തന്ത്രി ഇത്രയും ഉയർന്ന പദവി നിൽക്കുന്നത് ബാങ്കിൽ കൊണ്ടിടാനും പറ്റത്തില്ലാത്തതുകൊണ്ട് തന്ത്രിക്ക് ഒരുപാട് അക്കൗണ്ടിങ് പ്രോപ്പർ ആയിരിക്കത്തില്ല. ഈ അക്കൗണ്ടിങ് പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ തന്ത്രിയുടെ സമ്പാദ്യമെല്ലാം ഒരുപക്ഷെ ശബരിമല അടിച്ചു മാറ്റി തന്ന തോന്നലിലേക്ക് എത്തി വന്നിരിക്കുക. അല്ലെങ്കിൽ ഈ അന്വേഷണ സംഘത്തിന് ആ തരത്തിൽ ഇത് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കാം. അപ്പം ഇതിൻ്റെ പുറത്താണ് ഈ ആരോപണം ഉണ്ടാവുന്നതും തന്ത്രിയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും രസകരമായി ഇതിൻ്റെ ആകപ്പാടെ ഇവർ പറഞ്ഞിരുന്നത് വാജിവാഹനം അതെന്താ സംഭവിച്ചത്, വീട്ടിൽ കൊണ്ടുവച്ചിരുന്നു എന്ന് പറഞ്ഞത്. അത് നേരത്തെ പറഞ്ഞത് അവർ പിന്നീട് അന്ന് പറഞ്ഞ ആരോപണം ഇത് വേറെ ആർക്കോ പുറത്ത് കൊണ്ടുപോയിരുന്നു. അവർ തിരികെ ഈ സംഭവം വിവാദമായപ്പോൾ തിരികെ കൊണ്ട് എത്തിച്ചു. അതങ്ങനെ തന്ത്രിയുടെ വീട്ടിൽ വെച്ചിരുന്നു എന്നാണ് ആരോപണം. പക്ഷേ രാജ്മോഹൻ,
ഇടതുപക്ഷത്തിൻ്റെ ദേവസ്വം ബോർഡ് അംഗം അടക്കം രാഘവനോ അങ്ങനെ കണ്ട ദേവസ്വം അടക്കം ഉള്ളവരെ തന്ത്രിക്ക് ആഘോഷമായിട്ട് ഇത് കൈമാറുന്നതിന് ദൃശ്യങ്ങൾ പുറത്തു പോകും. അപ്പോൾ ആ വാദവും പൊളിഞ്ഞു പോയി. അതായത് നിയമലംഘനമാണോ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ ആ നിയമം ആളുകൾക്ക് മനസ്സിലായി രഹസ്യ കൈമാറ്റം അല്ല, എല്ലാവരും നിൽക്കുമ്പോൾ പരസ്യമായിട്ടാണ് നടത്തിയത്. അതിരുന്നാണ്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവച്ച് മനഃപൂർവ്വം തന്ത്രിയെ കൊടുക്കുക. അത് തന്ത്രി നേരത്തെ തന്നെ ഈ വാജിവാഹനം എടുത്തുകൊണ്ട് നോക്കണം അവർ പറഞ്ഞിരുന്നു. അവരെടുക്കാതിരുന്നത് എന്തിനാണ്? തന്ത്രിയെ പിന്നീട് കുടുക്കി രക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ്. ആരെ? മറ്റൊരു രക്ഷിക്കുന്ന ലക്ഷ്യത്തിലാണ് അതുപോലും വെച്ച്. അപ്പം അടിസ്ഥാനപരമായി കോടതി പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്ത്രിയെ കുരുക്കിയതാണ് എന്ന നിഗമനത്തിൽ തന്നെ എത്തേണ്ടി വരും. മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഇതിലെല്ലാവരുടെയും പ്രധാനപ്പെട്ട ആളുകളുടെ വീട്ടിൽ ഈട് റെയ്ഡ് നടത്തിയിരുന്നു. അന്ന് തന്ത്രി വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് അന്ന് ഒരു വലിയ ചോദ്യം നടന്നില്ല. അപ്പോൾ ഈടിക്ക് കൃത്യമായ വിവരം കിട്ടിക്കാണും. അതാണ് കാര്യം. എന്ന് മാത്രമല്ല രാജ്മോഹൻ, ഇതിൻ്റെ അകത്ത് അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മളിവിടെ ക്യാപ്സ്യൂളിലേക്ക് വരണം. അതായത് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ഇവർക്ക് ഉത്തരവുണ്ടായിരുന്നില്ല. കാരണം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു, വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നു, ദേവസ്വം ബോർഡിലെ അറസ്റ്റ് ചെയ്യുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഇത് വല്ലാതെ ബാധിക്കുകയും ആളുകളെല്ലാം CPM-ൻ്റെ അയ്യപ്പ കൊള്ളയെക്കുറിച്ച് ഭയങ്കരമായി നിൽക്കുകയും ചെയ്ത സമയത്ത് തന്ത്രി അറസ്റ്റ് ചെയ്യുകയും അപ്പോൾ ഇവരെല്ലാം ചാടിയിറങ്ങി, ഈ ക്യാപ്സ്യൂളുകാരെല്ലാം. അതിപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്ത്രിയാണ് നേതൃത്വം കൊടുത്തത്. ഏറ്റവും കൂടി ആളെ പിടിച്ചാകത്തിട്ടില്ലേ? അങ്ങനല്ല, തന്ത്രിയാണ് മോഷണം നടത്തിയത്. അപ്പം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ തന്ത്രിയുടെ കൊടുത്ത് നിന്നു എന്ന തരത്തിലേക്ക്. അതായത് CPIM അവരുടെ തലയിൽ വന്ന ഈ പാപഭാരം തന്ത്രിയുടെ തലയിലേക്ക് വെച്ചിട്ട് തടി ഊരാനായിട്ടാണ് ശ്രമിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്യാപ്സ്യൂൾ, ആ സമയത്തെ ക്യാപ്സ്യൂൾ, തന്ത്രി അറസ്റ്റ് ചെയ്ത ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഈ കൊള്ളയുടെ സൂത്രധാരകൻ തന്ത്രിയെ പിടിച്ചകത്താക്കിയ തരത്തിലേക്ക് ഇവർ ക്യാപ്സ്യൂൾ അടിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ CPM-ൻ്റെ തലയിൽ വന്നിരുന്ന ആ പാപഭാരം മാറ്റിയെടുക്കാൻ വേണ്ടി തന്ത്രിയെ ബോധപൂർവം അറസ്റ്റ് ചെയ്തതാണ് എന്ന് സംശയിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് വളരെ ഗൗരവമേറിയ ഒരു സാഹചര്യമാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇനി വരാൻ പോകുന്ന നാളുകളിൽ, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇത് ട്വിസ്റ്റാവും. തന്ത്രി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ എല്ലാവരും മൗനം പാലിച്ചു. തന്ത്രി 41 ദിവസം അനാവശ്യമായി ജയിലിൽ കിടന്ന് പുറത്തു വരുമ്പോൾ ഇത് വലിയ തോതിൽ CPM-ന് ദോഷമായി മാറും. പ്രതിപക്ഷം തുടങ്ങി വെച്ചിട്ടുണ്ട്. പതിയെ BJP, ഞാൻ മനസ്സിലാക്കുന്ന VHP അടക്കമുള്ള സംഘടനകൾ, അന്നും തന്ത്രിയെ തള്ളിപ്പറഞ്ഞ സംഘടനകൾ പോലും നമ്മുടെ വത്സൻ തില്ലങ്കരി അടക്കമുള്ള രംഗത്ത് വരാൻ പോവാണ്. ഒരു മനുഷ്യനെ പിടിച്ച കുറ്റം ചെയ്താൽ 40 ദിവസം പിടിച്ച് അകത്ത്. വെറും മനുഷ്യനല്ല, ഏറ്റവും വലിയ തന്ത്രി ശബരിമലയിലെ ലോകത്തറിയപ്പെടുന്ന ക്ഷേത്രത്തിൽ ശബരിമലയിലെ അയ്യപ്പൻ്റെ അച്ഛൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അയ്യപ്പൻ്റെ പ്രതിനിധിയായിരിക്കുന്ന തന്ത്രിയെ ഒരു കള്ളക്കേസിൽ പിടിച്ച് ജയിലിൽ അടച്ചിട്ടുണ്ടെങ്കിൽ, അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ജയിലിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ഗുരുതരമായ വിഷയമാണ്. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ CPIM അവരുടെ മുഖം മിനുക്കുന്നതിന് വേണ്ടി തന്ത്രിയെ ബോധപൂർവ്വം ജയിലിൽ അടച്ചു എന്നത് ഇപ്പോൾ വ്യക്തമായി വരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിശദാംശങ്ങളിൽ പുറത്തു വരും. തെരഞ്ഞെടുപ്പിന് അടുത്ത് തന്ത്രിയോടെ മിണ്ടരുതെന്ന് പറഞ്ഞിട്ടുള്ളൂ, തന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്ക് മിണ്ടാം. അപ്പോൾ ഇവർ ഓരോരുത്തരും, ഇപ്പം രാഹുൽ ഈശ്വറിനെ ഇക്കാര്യത്തിൽ സമ്മതിക്കണം. രാഹുൽ ഈശ്വർ ആദ്യം മുതൽ ഇക്കാര്യം പറയുന്നുണ്ട്. പറയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇത് ഈ രംഗത്തേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ തന്ത്രി നിരപരാധിയായിരുന്നതും നിരപരാധിയായ തന്ത്രിയെ ബോധപൂർവം രാഷ്ട്രീയ ലക്ഷ്യം രക്ഷിക്കാൻ വേണ്ടി കുരുക്കിയെന്നും ജനം തിരിച്ചറിഞ്ഞ ഒരു സാഹചര്യത്തിൽ വളരെ സ്വാഭാവികമായും ഇതിനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ്, അതായത് ഈ തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന തരത്തിൽ ഈ തന്ത്രിയുടെ അറസ്റ്റ് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ തന്ത്രി അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. കേരളത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നില്ല ഒരിക്കലും, ഇത്രയും പ്രധാനപ്പെട്ട ഒരാളിനെ. ഞാൻ പറയുന്നത് ഈ അയ്യപ്പ ശാപം എന്ന് പറയുന്ന ഒരു സാധനം പിണറായിയുടെ മേലുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അത് പരിഹരിക്കാനാണല്ലോ ആഗോള ഇത് അതിൻ്റെ വഷളാക്കുകയും. കാരണം തന്ത്രിയുടെ ശാപം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ശാപമാണ്, അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനാണ്. അപ്പോൾ ഈ ശാപം ഇപ്പോൾ ഉണ്ടേ എന്ന് പറയുന്ന ഈ ശാപം ഇരട്ടി ശാപമായി മാറുകയും പിണറായി വിജയൻ്റെ അടിവേര് മാന്തി ചുറ്റിയിട്ട പോത്ത്. കാരണം ഇതിൽ ഇവരെന്തെല്ലാം പറഞ്ഞാലും ഇപ്പോൾ ഇവർ ചെയ്യുന്നത് മറ്റേ ഇസ്ലാമിക ഭരണം വരാൻ പോകുന്നു, അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ആരിഫൊക്കെ എല്ലാ ദിവസവും പോസ്റ്റ് ഇടുന്നുണ്ട്. ഇസ്ലാമിക ഭരണം വരാൻ പോകുന്നത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും CPM അധികാരത്തിൽ വരണമെന്നാണ് പറയുന്നത്. പക്ഷേ ഇവർ എന്തെല്ലാം പരിശ്രമിച്ചാലും ഇവർ ശബരിമല അയ്യപ്പനോട് 2018 മുതൽ കാട്ടിയ വൃത്തികേടുകൾ അവർ നന്നാവുന്നില്ല, പശ്ചാത്തപിക്കുന്നില്ല എന്നതിന് തെളിവാണ് തന്ത്രിയെ പിടിച്ചവർ ജയിലിലടച്ച സംഭവിച്ചു. അപ്പം ഈ തന്ത്രിയെ കൂടി ഇതിനകത്ത് ഇട്ടതോടുകൂടി ഇവരുടെ തനി സ്വഭാവം ജനങ്ങൾക്ക് മനസ്സിലായി. ഇനി വരാൻ പോകുന്ന കാലത്ത്, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും ചൂടേറിയ വിഷയമായി ഇത് മാറിയെന്ന് വരാം.
കാരണം ജനങ്ങൾക്ക് അറിവ് വെച്ചു എന്നുള്ള കാര്യം ഇവർ പലപ്പോഴും മനസ്സിലായി. ഓർക്കും. ഇവരുടെ ക്യാപ്സ്യൂൾ ഇവരിപ്പോഴും പഴയ ക്യാപ്സ്യൂളിൽ നിൽക്കുക. ക്യാപ്സ്യൂൾ വിശ്വസിക്കുന്നവരുണ്ടാവും. ഉണ്ടാകാം. കുറച്ച് ഈ മറ്റേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ക്ഷേമ പെൻഷനൊക്കെ കൊടുത്ത് ഇപ്പൊ ഇന്നിപ്പോ ഒരു പുതിയ ഗവൺമെന്റ് ജീവനക്കാർക്ക് കുടിശ്ശികയുടെ കാര്യം പറഞ്ഞിട്ടില്ല. ഡി എ പ്രഖ്യാപിച്ചു. കുടിശ്ശിക എവിടെ? ഇവര് ഡി എയുടെ കുടിശ്ശികയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുടിശ്ശിക കൊടുക്കാന്നുള്ളത് ലക്ഷക്കണക്കിന് രൂപ ആളുകൾക്ക് കുടിശ്ശിക കിട്ടാറുണ്ട്. അത് കൊടുത്തിട്ടില്ല, കൊടുക്കാൻ കാശില്ല. അപ്പോൾ ഇവർ ഈ നമ്പറുകൾ ഇറക്കി കുറച്ച് പേരെയൊക്കെ പറ്റിക്കാൻ ശ്രമിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ഈ ശബരിമല വിഷയത്തിൽ CPIM നടത്തിയിരിക്കുന്ന കൊള്ള, അവരെ അടിമുടി കൊള്ള നടത്തി അയ്യപ്പനെ തന്നെ അഴിച്ചു മാറ്റാൻ ശ്രമിച്ചു. ഒടുവിൽ ഈ കൊള്ള മറയ്ക്കാൻ വേണ്ടി അയ്യപ്പൻ്റെ മുഖം മൂടി അവർ വെച്ചോണ്ട് അവർ ചെയ്തിരിക്കുന്ന തന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടു. അത് 41 ദിവസം. ഈ ജയിൽ എത്ര സുഖകരമായ കാര്യമല്ല. ആലോചിക്കുക, തന്ത്രിയുടെ ജീവിത രീതി. അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിൻ്റെ പൂജയും ജീവിത രീതിയും അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതിയും ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിട്ടിരിക്കുന്നു. ഇതിൻ്റെ ശിക്ഷ തീർച്ചയായിട്ടും അനുഭവിക്കുന്നുണ്ട്. എന്തായാലും നമുക്കൊക്കെ മാധ്യമപ്രവർത്തനം നിലയിൽ എനിക്കതിൽ ഖേദമുണ്ട്. അത് ഞാൻ പറയാൻ ഒരു മടിയും കാണിക്കത്തില്ല. കാരണം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയ വിവരങ്ങളും പോലീസ് നൽകിയ വിവരങ്ങളും പൊതുജനത്തിൻ്റെ ഒരു വികാരവും തന്ത്രിക്കെതിരെ പോലീസ് അത്രയും കൺവിൻസിംഗ് ആയിട്ട് തന്നെയാണ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കെടുത്ത നിലപാടെന്ന് പറഞ്ഞാൽ തന്ത്രിക്കെതിരായിരുന്നു. പക്ഷേ തന്ത്രി നിരപരാധിയാണെന്ന് കോടതി തന്നെ പറയുമ്പോൾ തന്ത്രിയെ പിടിച്ച് എന്തിനാണ് ജയിലിലിട്ടതെന്ന് കോടതി തന്നെ ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വലിയൊരു ഗൂഢാലോചന പിന്നിലുണ്ട് എന്ന് ബോധ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ ഗൂഢാലോചന കണ്ടെത്തേണ്ടതുണ്ട്. തന്ത്രിയെ ഇതിനകത്ത് പിടിച്ചിട്ട് ഈ ശബരിമലയുടെ പവിത്രത നശിപ്പിക്കാൻ വീണ്ടും അവർ, അതായത് ശബരിമല യുവതികളെ കയറ്റാൻ ശ്രമിച്ചതുപോലെ തന്നെ അതിനേക്കാൾ ഗുരുതരമായൊരു കുറ്റകൃത്യമായി മാറുകയാണ്. തന്ത്രിയെ ബോധപൂർവ്വം കുരുക്കി അകത്താക്കി മുഖം രക്ഷിക്കാൻ, അതായത് CPM നേതാക്കളുടെ മേൽ പതിഞ്ഞിരിക്കുന്ന ഈ അയ്യപ്പനെ മോഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണത്തിന് ഗുരുതരാവസ്ഥ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയ ശ്രമം, അതും എന്താ പറയുക, അതൊരു ഭയാനകമായ യാഥാർത്ഥ്യമാണ്. എന്തായാലും അയ്യപ്പൻ കൃത്യമായ മറുപടി കൊടുക്കും. അത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവരുന്ന 15-ാം തീയതിക്ക് മുമ്പ് യുവതികളെ കയറ്റണോ വേണ്ടോ എന്നൊരു കാര്യത്തെ അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ സമയത്ത് കൊണ്ടുവരരുത്. അപ്പം ഈ തന്ത്രിയെ ബോധപൂർവ്വം കുടുക്കിയതാണ് എന്ന് വെളിപ്പെടുമ്പോൾ ഇതിനും ഉത്തരം പറഞ്ഞിട്ട് പോകൊണ്ട് മാത്രമേ പിണറായിക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എല്ലാം അങ്ങ് അവസാനിപ്പിച്ചിട്ട് നാട്ടുകാരെ പറ്റിച്ചിട്ട് പുട്ടിയടിച്ച് പോകുമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ഈ തന്ത്രിയെ ജയിലിലടച്ചതിന് സമാധാനം, തന്ത്രിയെ ജയിലിലടക്കുക മാത്രമല്ല, തന്ത്രി മോശക്കാരനാണ് എന്ന് എന്നെപ്പോലുള്ളവരെ കൊണ്ട് പോലും പറയിപ്പിക്കുന്ന തരത്തിൽ ഒരു നിലപാടെടുക്കുകയും ആ വിവരങ്ങൾ പുറത്തേക്ക് വിടുകയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തതിന് മറുപടി പറഞ്ഞിട്ട് മാത്രമേ പിണറായിക്കും കൂട്ടർക്കും ഇറങ്ങിപ്പോകാൻ കഴിയൂ. ഇത് അവസാന ഭരണമാണ് എന്നത് മാത്രമല്ല, ഭരണം അവസാനിപ്പിച്ച് പോകുന്നതിന് മുമ്പ് ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് മാത്രമേ പോകാൻ പറ്റൂ എന്നതാണ് യാഥാർത്ഥ്യം. നന്ദി.